സഖാഫികളുടെ മുഖാമുഖത്തിന് അവരെ മുഖം നഷ്ടപ്പെടുത്തിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചറിയോ? മരിച്ച ആളുകളോട് സഹായം തേടുമ്പോൾ ആ മരണപ്പെട്ടവർക്ക് നമ്മളെ സഹായിക്കാൻ എന്ത് സബബാണുള്ളത്? മരിച്ചുപോയ മനുഷ്യന്മാർക്ക് നമ്മെ സഹായിക്കാൻ എന്ത് സബബാണുള്ളത്? കാരണം കാണാൻ കണ്ണില്ല, കേൾക്കാൻ കാതില്ല, പിടിക്കാൻ കൈയില്ല, നടക്കാൻ കാതില്ലല്ലോ. എങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് നമ്മെ സഹായിക്കാനുള്ള സബബ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വല്ലാത്തൊരു കാട്ടിക്കൂട്ടൽ അവിടെ നടന്നത്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അലവി സഖാഫിയോട് ഒരു ചോദ്യം കൂടി, അവസാനത്തെ ചോദ്യമാണ്. ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, ആരും ചിരിക്കൊന്നും വേണ്ട, അതൊരു പരിഹാസമല്ല. ഇൽമിന്റെ സദസ്സാണ്, ധാരാളം മലായിക്കത്തുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ ബഹുമാന്യനായ അലവി സഖാഫി, അവസാനത്തെ ചോദ്യമാണ് ഈ വിനീതൻ്റെ, ഈ ഉള്ളവൻ്റെ. വഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ്? ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതായത് അവരോട് ഇസ്തിഗാസ നടത്താൻ, അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ? ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ സബബ് ഒന്ന് വിശദീകരിക്കുക. അതിന്റെ മറുപടി ഞാനാ പറയുന്നത്. ചോദ്യം കൂടി ആവർത്തിച്ചാണ്. എൻ്റെ ചെറുപ്പകാലത്തിന് വളരെ പരിചയമുള്ള സഖാഫി. ചോദ്യം: വഫാത്തായ മഹാത്മാക്കൾ, അവരോട് ജീവിച്ച മഹാത്മാക്കളെ പറ്റിയാണ് ചോദ്യം. അതെ അതെ. വഫാത്തായ മഹാത്മാക്കളെ സംബന്ധിച്ചാണ്. അതെ, മനസ്സിലായല്ലോ? ചോദിക്കുന്നത് വഫാത്തായ മഹാത്മാക്കൾ. ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിന് മറുപടി നിങ്ങൾ പറയും. അമ്പിയാക്കൾ. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നാം സ്ഥാനം. അമ്പിയാക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ. അത് മാത്രമൊന്നുമല്ല. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. മഹാത്മാവാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ ഔലിയാക്കൾ, അമ്പിയാക്കൾ. ഞാൻ മഹാത്മാവാണ്. അല്ലെ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ മഹാത്മാവാണല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ പറയുന്നത് ഞാൻ മഹാത്മാവാണ്. വഫ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നത് കുറച്ച് ഞാൻ മരിക്കും. അതിന് ശേഷം പറ്റുമോ? അപ്പൊ പറയാം. നിങ്ങളെ പറയട്ടെ പറയട്ടെ നിങ്ങളെ വഫാത്തായതിന്റെ ശേഷം ആരെങ്കിലും മഹാത്മാവാണെങ്കിൽ ഓക്കെ, നിങ്ങളെ ശിഷ്യൻ ഞാൻ മഹാത്മാവാണോ അല്ല എന്നാ ചോദിക്കുന്നത്. അള്ളാഹുവിനറിയാം. നിങ്ങൾ പറഞ്ഞോളൂ, മഹാത്മാവാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷനോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കണത്? മഹാത്മാവാണെങ്കിൽ അല്ലേ ഞാൻ മഹാത്മാവാണ്, മരിച്ചതിന് ശേഷം ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. ഇവിടെ സമയം കളയണ്ട. ഞാൻ അലവി സഖാഫിനോട് അലവി സഖാഫിനോട് ഞാൻ അലവി സഖാഫിനോട് ഞാൻ പറയട്ടെ, വിനീതമായിട്ട് പറയട്ടെ. ഞാൻ അലവി സഖാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത്. നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല. ഞാൻ അലവി സഖാഫിയുടെ മുഖാണ് നോട്ടീസിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ. എങ്ങനെ ഉണ്ട് അലവി സഖാഫ്? അപ്പൊ കണ്ടോ, ഇതാണ് മുഖാമുഖം. അപ്പൊ എന്താ ചോദ്യം? മരിച്ചുപോയവർ സഹായിക്കുമെന്ന് പറയാൻ എന്തു സബബാണുള്ളത്? ഏത് സബബാ? ഏത് ആയത്താ അല്ലാഹു പഠിപ്പിച്ചത്? ഏത് ഹദീസിലാ ഉള്ളത്? മരിച്ചുപോയവരും സബബാണ് എന്ന് വല്ല രേഖയുമുണ്ടോ? മറുപടി നമ്മൾ കേട്ടല്ലോ. ഞാൻ മഹാത്മാവ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന മൂപ്പര് മഹാത്മാവായിക്കോട്ടെ, മൂപ്പർക്ക് അങ്ങനെ ഒരു ബോധം തരാം. പക്ഷെ എന്തായാലും ആ നോട്ടീസിൽ എവിടെ മൂപ്പരെ പേര് കൊടുത്തില്ല. ഇനി മഹാത്മാക്കൾ വേണ്ടെന്നുകൊണ്ട് പേര് ഒഴിവാക്കിയതാണോ നമുക്കറിയില്ല. ഔസായസനി പിറ്റേന്നും ഇവിടെ ചെമ്മാനത്തെ പ്രോഗ്രാമിൽ പറഞ്ഞു, ഇയാൾ പറഞ്ഞത് ഞാൻ മരിച്ച എന്നോട് ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ലാന്ന്. അതിന് ഔസായസനി പറഞ്ഞു, ആ മരിച്ച ചെന്നാമതി ചോദ്യം അവിടെ നിന്നുണ്ടാവുന്ന. ആയിക്കോട്ടെ. അപ്പോൾ ഏതായിരുന്നാലും ഇതാണ് PKM സഖാഫി ഇരിങ്ങൽ. ഇവിടെ ഈ മർക്കസിൻ്റെ ആളാണ്. ഇനി മൂപ്പര് മരിച്ചാലോ മർക്കസിന് ധാരാളം ചെയ്യിക്കും. മൂപ്പര് മരിച്ചാൽ ഇപ്പോൾ തൽക്കാലം ഉസ്താദനെ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം മൂപ്പര് മഹാത്മാവാണല്ലോ, ആ സ്ഥാനത്ത് വേറെ ആളെ ഏൽപ്പിക്കേണ്ടെന്ന് പറയോ? അപ്പോൾ പള്ളിക്ക് ഖത്തീബ് മാറും, അവിടുത്തെ ഉസ്താദ് മാറും, ദർസ താമിനെ വേറെ ഉസ്താദ് ഏൽപ്പിക്കും, അവിടുത്തെ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ടുവരും. മൂപ്പര് മഹാത്മാവല്ലേ, മൂപ്പര് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചാൽ ഇന്നോട് ചോദിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് മൂപ്പനെ ആയിക്കോട്ടെ അവിടെ പ്രസിഡന്റ്, മൂപ്പനെ ആയിക്കോട്ടെ ഖത്തീബ് എന്നാരെങ്കിലും പറയോ? ഇല്ല. ഇതാണ് സഹോദരങ്ങളെ മുഖാമുഖത്തിൻ്റെ കോലം. ഇപ്പം ചോദിച്ചതിന് മറുപടിയില്ല, ആ ചോദ്യത്തിന് മറുപടിയില്ല. അതുകൊണ്ടാണ് ആ നിലക്ക് പറഞ്ഞു ഒപ്പിക്കേണ്ടി വന്നത്. അത് മഹാത്മാവിൻ്റെ സംശയമൊന്നുമില്ല. പക്ഷേ ഏത് കാര്യത്തിലാണ് പറയുന്നത്? മൂപ്പര് വലിയ കഴിവുള്ള മനുഷ്യൻ, മൂപ്പരെ കഴിവ് മൂപ്പരെന്നെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അത് കേട്ടോളൂ നിങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ.
വെറുതെ പറയൊന്നുമല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിഡ് വെള്ളമാണെന്നാ വിചാരിച്ചു. എന്റെ ഒപ്പം ഒരു 10 മണി ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടേന്നു. 10 മണിയാണ് കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട്. എനിക്ക് ആദിക്കണ ധാരണ നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരെന്റെ പിന്നാലെ 10 മണി ഒന്നിച്ചിട്ട് കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിരി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടിവെപ്പുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടർ കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ് വെച്ചു. പാട് മഹാനാണ്, മനസ്സിലായി. സാധാരണക്കാരല്ല. ഒരു 500 അരിഷ്ടക്കുപ്പി അടുപ്പോൾ ഇവിടെ തിരികണമെങ്കിൽ സാധാരണക്കാർക്ക് പറ്റൂല. അത് പലതും തിരികെ പരിചയമുള്ളവനെ പറ്റുള്ളൂ, അല്ലാത്തൊരു പറ്റൂല. ആയിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും മൂപ്പരാണ് പറഞ്ഞത്, ഞാൻ അലവി സഖാഫിനേക്കാളും മേലെയാണ്, ഞാൻ മഹാനാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചാലും ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് മുഖാമുഖത്തിന്റെ. അതാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത്, മുഖം നഷ്ടപ്പെട്ട സഖാഫി മുഖാമുഖം.